കേരളം ബൂത്തിലെത്താൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. പരസ്യപ്രചാരണത്തിന് നാളെ പകൽ കൂടി മാത്രം അവസരം. അവസാന നിമിഷത്തിൽ തീരുമാനമെടുക്കുന്ന ചെറുപക്ഷത്തെ മാറ്റി നിർത്തിയാൽ കേരളം വോട്ടിന് പാകപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിചാരിക്കാം. വർഗീയതയും വികസനവും വിശ്വാസവുമടക്കം സാധ്യമായ സകല ആയുധങ്ങളും തരം പോലെ പയറ്റിയാണ് മുന്നണികൾ പ്രചാരണം പൂർത്തിയാക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാകുന്നു ഇനി? രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ച എന്തെല്ലാം വോട്ടറുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്? ഇത് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സി സണ്ണിക്കുട്ടി എബ്രഹാം, സി ജേക്കബ് ജോർജ്, സി കെ വി എസ് ഹരിദാസ്, സി കെ ജെ ജേക്കബ് എന്നിവരാണ്. ആദ്യം സി സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മൾ ഏതാണ്ട് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെയായിരിക്കണം ഒരുപക്ഷെ കൂടുതൽ ഊന്നൽ ഉണ്ടാവേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. താങ്കൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിന് മാത്രമായി സവിശേഷമായ പരിഗണനാ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി ഭവിക്കുന്നത് നമ്മുടേത് മാത്രമായ ചില വിഷയങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ പൊതുവായ ദേശീയ സാഹചര്യത്തെയാണോ നമ്മൾ പ്രധാനമായും പരിഗണിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ ദേശീയ പ്രശ്നങ്ങൾ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, ഏതൊരു ഗവൺമെൻറ്റിനും കുറേ നേട്ടങ്ങളെങ്കിലും പറയാനുണ്ടാവും. അതാണ് സാധാരണഗതിയിൽ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകക്ഷി ഉൾപ്പെടുന്ന മുന്നണി ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഏതെങ്കിലും ഒരു ഭരണ നേട്ടത്തെക്കുറിച്ച് ഇവിടെ NDA അല്ലെങ്കിൽ BJP സംസാരിക്കുന്നുണ്ടോ? അവരൊത്തിരി കാര്യങ്ങൾ ചെയ്തല്ലോ. ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കി, GST നടപ്പാക്കി, കുറേയേറെ വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങൾ പാലിച്ചോ? അല്ലെങ്കിൽ ഈ വക വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതൊരു ഗവൺമെൻറ്റും അതാണ് ചെയ്യേണ്ടത്. ഒരു ഇൻകംബൻറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയും ആ നേട്ടങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് അവർക്ക് അനുകൂലമായ ഒരു ജനവിധി അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പ്രതിപക്ഷം അതിനെ എതിർക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം 2 or 3 ഒരാഴ്ച പ്രചരണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ ശബരിമലയിലേക്ക് വിഷയം മാറ്റുകയത്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷണം, അത് വിശ്വാസത്തെപ്പറ്റി പറയുന്നതിന് തെറ്റില്ല, ആചാരങ്ങളുടെ സംരക്ഷണത്തെപ്പറ്റി പറയുന്നതിന് തെറ്റില്ല. പക്ഷേ അത് മാത്രമായിട്ട് അതിന് വേറൊരു മുഖം, ഒരു ശബരിമല കർമ്മസമിതിയുടെ ഒരു മുഖം മൂടി അണിയിച്ചുകൊണ്ട് മറ്റൊരു സംഘത്തെ തയ്യാറാക്കി പ്രചരണത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി തന്നെ, സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞത് അസത്യമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്, കേരളത്തെക്കുറിച്ച് പറഞ്ഞത് അസത്യമാണ്. അസത്യ പ്രചാരണം നടത്തിക്കൊണ്ട് പോലും ആ ഒരു പ്രചരണത്തിലേക്ക് നീങ്ങുന്ന BJPയുടെ ഒരു അവസ്ഥ. ഇവിടെ മറ്റൊത്തിരി പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. കേരളത്തിൻ്റെ അതേ പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ LDFും UDFും ഒരേപോലെ BJPയെ ചെറുക്കുന്നതിനും അധികാരത്തിൽ വരുന്ന തടയാനും ശ്രമിക്കുമ്പോൾ തന്നെ ഇവിടെ അവർ പരസ്പരം മത്സരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി സംബന്ധിച്ച വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഭരണകക്ഷിയായ BJP അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ അവസാനം ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിലാണ് എന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യം ഈ പ്രചരണം തീരുമ്പോൾ നമ്മുടെ തീർച്ചയായും അതൊരു വലിയ വിരോധാഭാസം കാണാനുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമുക്കറിയാമല്ലോ ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ നോക്കിയാൽ തന്നെ BJP ക്യാമ്പിനെങ്കിലും ആത്മവിശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എത്രത്തോളം അത് പ്രയോഗതലത്തിൽ ശരിയാകുമെന്ന് അറിയില്ല. അതിനവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിൻ്റെ ഏക അടിത്തറ ഈ വിശ്വാസ സംരക്ഷണത്തിൻ്റെ മുഖംമൂടി അവർക്ക് നൽകും, എടുത്തു കൊടുക്കുമെന്ന് വിചാരിക്കുന്ന വോട്ടാണ്. അപ്പോൾ ഇത് മാത്രമാണ് അവർ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നത് എന്നത് ഒരു വൈരുദ്ധ്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിലും വോട്ടിംഗ് മേഖലയിൽ അത് എത്രത്തോളം പ്രയോഗതലത്തിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്ന് താങ്കൾ കാണുന്നു? അവർക്ക് 1-2 മണ്ഡലങ്ങളെങ്കിലും വലിയ പ്രതീക്ഷയോടെ അവർ സമീപിക്കുകയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഗ്രൗണ്ടിൽ? അത് പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് വിമർശിക്കുമ്പോഴും അതിൻ്റെ പ്രയോഗശേഷി എങ്ങനെ കാണുന്നു താങ്കൾ? കാരണം അതൊരു പ്രചരണ വിഷയമാക്കുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എനിക്കതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ഒരു നിലപാടിനോട് വലിയ യോജിപ്പൊന്നുമില്ല. കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. അതിൻ്റെ ശരിയും തെറ്റും, അതിന് LDF ഗവൺമെൻറ് എടുത്ത നിലപാട്, കോൺഗ്രസ് അല്ലെങ്കിൽ UDF എടുത്ത നിലപാട്, BJP എടുത്ത നിലപാടൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവർ പ്രതിനിധീകരിക്കുന്നത് മോഡി സർക്കാരിനെയാണ്. മോഡി സർക്കാർ 56 ഇഞ്ച് വിസ്താരമുള്ളൊരു നെഞ്ചളവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വലിയ നേട്ടങ്ങളുടെ അവകാശവാദങ്ങളുമായിട്ട് ആണ് വരുന്നത്. ഒരു തവണ കൂടെ മോഡി ഭരണം വേണം, 5 വർഷം വലിയ നേട്ടങ്ങൾ അവർ കാഴ്ചവെച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ 1 വർഷം കൂടെ വേണമെന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോൾ ആ മുദ്രാവാക്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ടാവും. ഇവിടെ അതല്ല.
ഇവിടെ കേരളത്തിൽ മാത്രമായ ഒരു 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 മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരുന്നു. പിന്നെ നിഷാദ് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് എത്രത്തോളം അത് ഫലപ്രദമാകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 1-2 മണ്ഡലങ്ങളിലെങ്കിലും ഇന്ന് BJP വിജയപ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ വിഷയത്തിലാണ്. ശബരിമല വിഷയം അവരുടെ 1-2 BJP സ്ഥാനാർത്ഥികളെ ലോക്സഭയിൽ എത്തിക്കും എന്ന് കരുതുന്നു. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു ഓളം അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു അലയടികൾ ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. ആ ഒരു പ്രതീക്ഷയുടെ അന്തരീക്ഷത്തിൽ, ആ പ്രതീക്ഷ ഉണ്ടാക്കിയ അന്തരീക്ഷത്തിൽ പോലും BJPക്ക് ഇവിടെ ഒരു സീറ്റും ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടുവന്ന ഒരു സർക്കാർ പരാജയമാണെന്ന് അവരുടെ ആളുകൾ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ BJP 1-2 സീറ്റ് നേടുകയാണെങ്കിൽ, നേടുമെന്ന് എനിക്ക് വിശ്വാസമില്ല, നേടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ അത് ശബരിമല പ്രശ്നത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്ത നയത്തിനൊരു തിരിച്ചടിയാകും. അവരെടുത്തൊരു നിലപാടുണ്ട്, ആ നിലപാടിനൊരു തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. കാരണം അത് കഴിഞ്ഞ 2014 പ്രതികൂലമായ സാഹചര്യം BJP നേരിടുമ്പോൾ BJP ജയിക്കുകയാണെങ്കിൽ അത് ശബരിമല വിഷയത്തിൻ്റെ പേരിലാണെന്ന് വരും. അത് അർത്ഥമാക്കുന്നത് ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് എടുത്ത നിലപാടിനുള്ളൊരു തിരിച്ചടിയായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിഷാദ് പറഞ്ഞ ശരിയാണ്, ചില മണ്ഡലങ്ങളിലെങ്കിലും അവർ വിശ്വാസം അർപ്പിക്കുന്നത്, പ്രതീക്ഷ അർപ്പിക്കുന്നത് ശബരിമല അവരെ രക്ഷിക്കും എന്നതിൽ തന്നെയാണ്. ഓക്കെ, ജേക്കബ് ജോർജ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിജയിക്കുമെന്നവർക്ക് ചിലയിടത്ത് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത് ശബരിമല വിഷയമാണ്. എമ്പാടും പ്രസംഗിക്കാൻ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വീണ് കിട്ടിയിട്ടുണ്ട് താനും. അത് തന്ത്രപരമായ ഒരു അബദ്ധമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പം 3-4 മണ്ഡലങ്ങൾ പോകുമല്ലോ എന്ന് കരുതി ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രസ്താവനകളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗത്തുനിന്നൊക്കെ വന്നിരുന്നു. ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് അതൊരു തന്ത്രപരമായ പാളിച്ചയായി പോയോ? അവർ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ നിരന്തരമായി പറയുന്നു. സർക്കാരാവട്ടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ചോ എന്നും ഈ വിഷയവുമായി ചേർത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ എവിടെയും സംസാരിക്കുന്നുമില്ല. സംസാരിക്കുന്നത് ആ വിഷയം കൂടുതൽ ചർച്ചയാവുകയും കൂടുതൽ അബദ്ധമാവുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കൂടിയാകണമല്ലോ. അപ്പോൾ ശബരിമലയിൽ സംഘപരിവാറിന് ഇടപെടാൻ, തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താൻ ഇടമുണ്ടാക്കി കൊടുത്തു എന്നൊരു അബദ്ധം സർക്കാരിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു താങ്കൾ? സർക്കാർ അത് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കങ്ങനെ കാണേണ്ടി വരും. കാരണം സാധാരണഗതിക്ക് കയ്യിൽ പ്രചരണായുധങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ശബരിമല വീണ് കിട്ടിയത്. വീണ് കിട്ടിയ സുവർണാവസരം BJP പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള തുറന്ന് പറയുകയാണ് പ്രവർത്തകരോട്, ഇതൊരു സുവർണാവസരമാണ്, വീണ് കിട്ടിയ സുവർണാവസരമാണ്, ഇത് നമ്മൾ പരമാവധി പ്രയോഗിക്കണം. അന്നു മുതൽ ആ ചരടിൽ തന്നെയായിരുന്നു BJPയുടെ പ്രചരണം മുന്നോട്ട് പോയത്. ശബരിമല മാത്രം ലക്ഷ്യം വെച്ച് ഒരേ ഒരു അജണ്ട മാത്രമേ BJPക്ക് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ, അത് ശബരിമലയാണ്. കുറഞ്ഞപക്ഷം ദേശീയ നേതാക്കൾ അമിത്ഷായും ദേശീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു, എന്താണ് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സംഭാവന ചെയ്യാനുള്ളത്, ഇതുവരെ എന്ത് കേരളത്തിന് നൽകി, എന്താണ് ദേശീയ രംഗത്ത് ഒരു ഇന്ത്യക്കാരന് 5 വർഷത്തെ മോദി ഭരണം കൊണ്ടുണ്ടായ നേട്ടം, അത് ഡിമോണിറ്റൈസേഷനാണോ, അത് GST ആണോ, അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി, എന്തെങ്കിലും പ്രയോജനമുണ്ടായി, ഇതൊന്നും മിണ്ടിയില്ലല്ലോ. ഇതൊന്നും പറയാതെ അവരും കേന്ദ്ര നേതാക്കൾ വന്നപ്പോഴും ശബരിമലയെ പിടിച്ചു തൂങ്ങി. അപ്പം അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു വർഗീയതയുടെ, ഒരു ഹൈ വോൾട്ടേജ് വർഗീയ പ്രചാരണത്തിൻ്റെ ഒരു തട്ടകമാക്കി മാറ്റി. ഇതുപോലെ വർഗീയ അടിസ്ഥാനത്തിലുള്ളൊരു പ്രചരണം കേരളത്തിലുണ്ടായില്ല. മുസ്ലിങ്ങളെ കടന്നാക്രമിച്ചു. ന്യൂനപക്ഷങ്ങളെ എന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾക്കകത്ത് തന്നെ മുസ്ലിമങ്ങളെ അബ്ദുള്ള എന്നും ബീരാൻ എന്നും ബഷീർ എന്നുമൊക്കെ പേര് പറഞ്ഞ് ശ്രീധരൻപിള്ള പറഞ്ഞത് അങ്ങേ അറ്റത്തെ അവഹേളനപരമായൊരു പ്രസ്താവന. ഉയ്യോ, ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ സമ്മതിക്കുമോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുമോ? കേരള ജനത എന്തോ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. മലയാളി സമൂഹത്തിൻ്റെ സ്ഥാനം എത്രയോ ഉയരത്തിലാണ്.
ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന നേതാക്കന്മാരൊക്കെ പറയും. കാരണം അവരൊക്കെ അവിടെ പറഞ്ഞ് വിജയിച്ചതാണ്. അവിടെ വർഗീയത പറഞ്ഞെങ്കിലേ വോട്ട് കിട്ടൂ എന്നറിയാം അവർക്ക്. അവരവിടെ വർഗീയത കാണിക്കുന്നു. പക്ഷേ ഇവിടെ വർഗീയത കാണിച്ചാൽ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ നേതാക്കന്മാർക്ക് പോലും മനസ്സിലായില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന പാഠം. എനിക്ക് തോന്നുന്നു അത് BJP ശരിക്കും പഠിക്കും ഈ പാഠം. പഠിക്കാൻ പോകുന്നുള്ളൂ താങ്കളുടെ അഭിപ്രായം. ശ്രീ KJ ജേക്കബ്, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനം. അതിന് നയത്തിലും നിലപാടിലുമുള്ള പ്രശ്നമല്ല ചോദിക്കുന്നത്. ഒരു സ്ട്രാറ്റജിക് എറർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു തന്ത്രപരമായ പാളിച്ച കൈകാര്യം ചെയ്യുന്നതിൽ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിയുന്നു. BJPക്ക് എല്ലാ തരത്തിലുള്ള പ്രതികൂല അവസ്ഥകളും ഉള്ളപ്പോഴും അവർക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് ഇതേ ഒരു വിഷയത്തിൻ്റെ മാത്രം പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീ സമത്വത്തിൻ്റെ കാര്യത്തിലും നവോത്ഥാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നയപരമായ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം. അതിൻ്റെ പ്രയോഗതലത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതിൻ്റെ പരിണിതഫലമായി ഇതിനെ കാണേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം കേരളത്തിൽ കത്തി നിന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. അന്ന് കേരളത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ അതിൽ നിലപാടുകൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് രണ്ടാമത് സംസാരിച്ചു തുടങ്ങിയത്. അതിൻ്റെ പരിണിതഫലമായിരുന്നു വനിതാ മതിലുണ്ടായത്. കേരളത്തിന് തെക്ക് തുടങ്ങി വടക്ക് വരെ മനുഷ്യർ വഴിയിലിറങ്ങി ഞങ്ങൾ ഇതിൽ സ്ത്രീ സമത്വത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒപ്പമാണ് എന്ന് കേരളത്തിലെ മനുഷ്യർ പറഞ്ഞിട്ട് 4 മാസമേ ആയുള്ളൂ. വലിയ സമയമായിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് ശബരിമലയുടെ പേരിൽ RSSും BJPയും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി നമ്മൾ കാണുന്നുണ്ട്. അത് കാണുന്നത് ഈ രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത സൊസൈറ്റിയുടെ അപ്പർ കാസ്റ്റിലുള്ള അപ്പർ ക്രസ്റ്റിലുള്ള മനുഷ്യർ ശബരിമലയുടെ പുറത്ത് ബഹളം വെക്കുന്നതാണ്. ഈ ബഹളം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി എത്രത്തോളം അസമത്വമുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മനുഷ്യർ വഴിയിലിറങ്ങി നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോവുകയും ഈ ശബരിമലയുടെ പുറത്തുള്ള ഈ ബഹളങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് അതിൻ്റെ പുറത്താണ് കേരളം മുഴുവൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു അസംബന്ധ ധാരണയുടെ പുറത്താണ് നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്യധികം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ മനുഷ്യ സമൂഹം കേരളത്തിലുണ്ട്. അത് ശബരിമലയുടെ കാര്യത്തിൽ ഉറപ്പായിട്ട് കുറേ മനുഷ്യർക്ക് അതിൽ വളരെയധികം വേദന ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ആ മനുഷ്യന് വഴിയിറങ്ങി നിന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക്, അതിനോട് എതിരിട്ടല്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിന് ചില അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് സർക്കാരും ഇവിടുത്തെ ഈ സൊസൈറ്റി മുമ്പോട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുള്ള മനുഷ്യരും ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നിരന്തരം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യമല്ല. അവർ പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരാണ് ഇറങ്ങി നിന്ന് അവരുടെ രാഷ്ട്രീയം പറഞ്ഞത്. അവർക്ക് എപ്പോഴും അത് പറയേണ്ട ആവശ്യമില്ല. അവരന്ന് പറഞ്ഞ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ BJP മാത്രമല്ല ഈ വിഷയം കേരളത്തിലെടുത്ത് അലക്കിയത്. അത് ശ്രീ ജേക്കബ് ജോർജും പ്രേക്ഷകർ ആലോചിക്കണം. എന്താണ് കൊല്ലത്ത് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ കേട്ടിരിക്കണം. അത് ശബരിമലയെ മാത്രമല്ല, ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും മുസ്ലിം ദേവാലയങ്ങളെയും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള പച്ചയ്ക്കുള്ള വർഗീയതയാണ് ശ്രീ പ്രേമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു BJPക്കാർ എനിക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. അതായത് വർഗീയത പറയുന്ന കാര്യത്തിൽ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഉയർന്ന സാമൂഹ്യ ബോധമുള്ള മലയാളിയോട് വർഗീയത മാത്രം പറയുന്ന കാര്യത്തിൽ BJP മാത്രമല്ല ഉണ്ടായിരുന്നത്, കോൺഗ്രസും UDFും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ കാര്യം നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിച്ച് പോകരുത് എന്ന പോയിന്റിലേക്കാണ് താങ്കൾ വരുന്നത്. ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഇവിടെ പൊതുവായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, ഒരു 5 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെ അവലോകനം ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവേണ്ടത്. അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്. ചെറുതെങ്കിലും അതിൻ്റെ നേട്ടങ്ങളിലേക്കായിരിക്കണം ആ രാഷ്ട്രീയ പാർട്ടി ഊന്നൽ കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങളിവിടെ അതല്ല ചെയ്യുന്നത്. പത്തനംതിട്ട ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും അയ്യപ്പന് ഒരു വോട്ട് എന്നതാണ് പോയി സ്ക്വാഡ് വർക്ക് നടത്തി വീട്ടിൽ കയറുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം. വിശ്വാസ സംരക്ഷണത്തിനേറ്റ ആഘാതം വല്ലതുമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു സർക്കാരിൻ്റെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി എന്ന നിലയ്ക്ക് കാണാമല്ലോ. അതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളെന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന വിപ്ലവകരമായ തീരുമാനങ്ങളെക്കുറിച്ച് ഊന്നി പറയാൻ കഴിയാത്തത്? അല്ല നിഷാദെ, BJPയുടെ
പ്രചരണത്തിൽ എല്ലാ വിഷയവും വരുന്നുണ്ട്. അതിൽ ശബരിമലയിലെ ആചാരങ്ങളുടെ പ്രശ്നവും വരുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ BJPക്കാർ മാത്രമല്ല ആ വിഷയം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ BJPയേക്കാൾ ശക്തമായിട്ട് ആ വിഷയം ഉന്നയിച്ച് വോട്ട് തേടുന്നത് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പല മേഖലകളിലും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥാനാർത്ഥികളുടെയും പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ഷേപം ഇപ്പോൾ ഉണ്ണിത്താൻ നടത്തിയ ഒരു അഭ്യർത്ഥന കാസർഗോഡ് നിന്ന് നമ്മൾ കണ്ടില്ലേ? പല ഭാഗത്ത് ഇപ്പോൾ ജേക്കബ് തന്നെ പ്രേമേന്ദ്രൻ്റെ കാര്യം സൂചിപ്പിച്ചു. ആ തരത്തിൽ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ലെവലിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നുണ്ടാവുക. അതല്ലാതെ BJPയുടെ ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് മാറ്റി വച്ചിട്ടാണ് ശബരിമലയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ശബരിമല അവിടുത്തെ ആചാരങ്ങളും മറ്റുമുള്ള പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ കഴിഞ്ഞ 3-4 മാസം നടന്ന വലിയ പ്രക്ഷോഭം, അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള നടപടികൾ, പോലീസിൻ്റെ നടപടികൾ, അനവധി പേര് ജയിലിൽ പോകേണ്ടി വന്നത്, അതിനൊക്കെ കാരണങ്ങൾ പലർക്കും പറയാനുണ്ടാവും. പക്ഷെ അതൊക്കെ ഇവിടെ സംഭവിച്ചതാണ്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുമോ? അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ പല ഭാഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാനൊരു മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, കേരളം 1957 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്താൽ, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത വോട്ട് ട്രാൻസ്ഫർ ഇത്തവണ നടക്കും. ആയിട്ടാണോ, അതിന് വേറെ എന്തെങ്കിലും തലങ്ങളുണ്ടോ, അതൊക്കെ വേറൊരു പ്രശ്നം. പക്ഷേ ഇതുവരെ കേരളത്തിൽ കാണാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ മാറ്റം ചില മണ്ഡലങ്ങളിലെങ്കിലും ഇത്തവണ നമുക്ക് കാണാൻ കഴിയും. അത് താങ്കളുടെ കോൺഫിഡൻസ് എന്താണ് CKVS ഹരിദാസ്? അതിനകത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടർ എന്താണെന്ന് കൂടി പറയൂ. വിശ്വാസം ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ ശ്രീധരൻപിള്ള ആയാലും കെ സുരേന്ദ്രനായാലും സുരേഷ് ഗോപി ആയാലും ഒക്കെ പറയുന്നത് നോട്ട് നിരോധനം നടപ്പിലാക്കി ഞങ്ങൾക്കൊരു വോട്ട് തരുമെന്നല്ല, GST ഫലപ്രദമായി നടപ്പിലാക്കി ഞങ്ങൾക്ക് വോട്ട് തരുമെന്നല്ല. അവരുടെ എപ്പോഴത്തെയും ഊന്നൽ ഈ വിശ്വാസമാണ്. അതിൽ കടത്തിയും ഏറ്റിയും കുറച്ചുമൊക്കെ പലപ്പോഴായി പലതും പറയുന്നു. നമുക്കറിയാമല്ലോ ഈ അവസാന ഘട്ടത്തിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എന്തൊക്കെ പറഞ്ഞുവെന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി എന്തൊക്കെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുവെന്ന്. അവരുടെ ഊന്നൽ അവർ തന്നെ പറയുന്നതിൽ അവർ ചർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്ന വാചകങ്ങളെല്ലാം വളരെ സ്പഷ്ടവുമാണ്. അപ്പോൾ അതിലാണ് ഊന്നൽ. അപ്പോൾ താങ്കൾ വിചാരിക്കുന്നത്, ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ആളുകൾക്കിടയിൽ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു മാറ്റമുണ്ടാകുമെന്നാണോ, അതോ നോട്ട് നിരോധനം കൊണ്ട് മാറ്റമുണ്ടാകുമെന്നാണോ? സ്വാഭാവിക അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ ഞാനിപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം വിശ്വാസത്തിൻ്റെ തന്നെയാണ്. അതൊരു കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം തന്നെയാണ്. അല്ലാന്ന് പറഞ്ഞ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും തർക്കത്തിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് നമ്മളിന്ന് ഇങ്ങനെ മോൾത്തട്ടിൽ കാണുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാൻ കഴിയും. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത വലിയ വോട്ടിലുള്ള വ്യത്യാസം, അതൊരു പാർട്ടിക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഉണ്ടാവാത്ത മാറ്റം, അത് ഇത്തവണ നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില മണ്ഡലങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും. അതൊരു ചരിത്രം തന്നെയായിരിക്കും, സംശയമില്ല. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് CKVS ഹരിദാസ്, നിങ്ങളുടെ ഊന്നൽ എവിടെയാണ് എന്നത്, അതെങ്ങനെ പ്രവർത്തിക്കും, ഏത് പ്രവർത്തിക്കും എന്നൊക്കെ നിങ്ങൾക്ക് നല്ല പ്ലാൻ ഉണ്ടല്ലോ, നല്ല പദ്ധതിയുണ്ട്. അപ്പോൾ അത് ആ നിലയ്ക്ക് നിങ്ങളുടെ ഊന്നൽ മനസ്സിലാവുന്നുണ്ട്. വികസനത്തിലല്ല, വിശ്വാസത്തിൽ തന്നെയാണ് ഊന്നൽ. ഞാൻ വരാം. സൺകുട്ടി അബ്രഹാം, നമുക്കിവിടെ BJP ഇതിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വിമർശിക്കാം. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്, NK പ്രേമേന്ദ്രൻ പറയുന്നത്, രമ്യ ഹരിദാസ് പറയുന്നതൊക്കെ എടുത്തു നോക്കിയാലും ഇത് വിറ്റുപോകാൻ നല്ല സാധ്യതയുള്ള ഒന്നാണെന്ന് ബോധ്യം അവർക്കെല്ലാം ഉണ്ട്. ഉപയോഗിക്കാൻ നല്ലവണ്ണം ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പം UDFിൻ്റെ ടെലിവിഷൻ പരസ്യങ്ങൾ എടുത്താൽ പോലും അതിനകത്ത് വിശ്വാസം നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഫെയറായ ഏർപ്പാടാണോ? നമുക്ക് കോൺഗ്രസിനെ മാത്രം എടുക്കാം, BJPയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അല്ല, പിന്നെ നിഷാദെ,
ഇവിടെ വിശ്വാസം ഒരു പ്രധാന പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഏത് മതവിഭാഗമാണെങ്കിലും അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ അവർ നിൽക്കും. അത് ക്രൈസ്തവരങ്ങനെ ക്രിസ്ത്യാനികൾ പല സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഓരോ മതവിഭാഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ ശ്രീ ഹരിദാസ് നേരത്തെ ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹം പണ്ട് പത്രാധിപരായിരുന്ന ആ ജന്മഭൂമി ആ സുപ്രീം കോടതി വിധി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്ര ആഘോഷമായിട്ട് 8 കോളം ഹെഡിങ്ങിൽ അസാധാരണമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ആ വലിപ്പത്തിലുള്ള ശീർഷകത്തോടു കൂടി കൈകാര്യം ചെയ്തത് BJPയുടെ നേതാക്കൾ, ശ്രീ ശ്രീധരൻ പിള്ളി അടക്കമുള്ള ആളുകൾ അതിനെ ചെയ്ത. കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ BJPക്കാർ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. BJP ഇന്നിത് കൈകാര്യം ചെയ്യുന്നതിനെ കോൺഗ്രസിൽ പ്രേമചന്ദ്രനോ അല്ലെങ്കിൽ ഉണ്ണിത്താനോ ആരെങ്കിലും പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ചുമ്മാ വെറുതെ ഒരു രാഷ്ട്രീയം പറച്ചിലല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല. ഇതങ്ങനെയല്ല. ഇത് ഒരാഴ്ചയോ 1.5 ആഴ്ചയോ മറ്റു വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രധാന വിഷയമാക്കുകയാണ്. നേരത്തെ എന്താ പറഞ്ഞത്? ഇതിനെതിരായിരുന്നു. ഇത് ആരാണ് ഈ കേസ് കൊടുത്തതെന്നറിയാം. ഒരു BJP നേതാവ്, ഒരു അഭിഭാഷക, അവർ നേതാവായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ കേസ് കൊടുത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളെല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം മറ്റൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നു. അതെങ്ങനെയാണ്? BJP നേരിട്ട് പറയുന്നത് മാത്രമല്ല, നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ എൻ്റെ സ്ഥലമാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ അയ്യൻ ഒരു വോട്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടാലോ എന്ന് പേടിച്ചിട്ടോ കരുതിയിട്ടോ ഒരു മൂടുപടമടിഞ്ഞ മറ്റൊരു സംവിധാനത്തെ കൊണ്ടുവരികയാണ്. സ്വാമി ചിദാനന്ദ പുരിയുടെ നേതൃത്വത്തിലുള്ള ഒരു കർമ്മസമിതി എന്നോ മറ്റോ പറഞ്ഞാൽ അവർ രംഗത്തിറങ്ങുകയാണ്. ഇതുവരെ ഇല്ലാത്ത സമരവുമായി സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ട് കിട്ടിയ സുവർണാവസരം, പണ്ട് പറഞ്ഞത് ഇതൊരു സുവർണാവസരമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനെ നമ്മൾ വളരെ ലൈറ്റായിട്ട് കണ്ടിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വർഗീയത പറയും. അത് 1-2 സ്ഥാനാർത്ഥികൾ പറഞ്ഞ അത് ഞാൻ കേട്ടില്ല. അത് ശ്രീ ജയിക്കോ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അപകടകരമായ ഒരു നീക്കമാണെന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം ഇത് ആളിക്കത്തിക്കുകയാണ്. കേരളത്തിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുകയാണ്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കേരള സമൂഹത്തിൽ പ്രതിഫലിക്കുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഫലം. ഇവിടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞല്ലോ. ആരാണ് ശബരിമലയിൽ BJP എന്താണ് ചെയ്തത്? ഈ 18ാം പടി എന്ന് പറഞ്ഞ പുണ്യപാവനമായ ഒരു സംഭവമാണല്ലോ. അവിടെ കയറി നിന്ന് നൃത്തം നടത്തിയത് ആരാണ്? RSSൻ്റെ നേതാക്കളല്ലേ. അവിടെ വന്ന പത്രപ്രവർത്തകരെ മർദ്ദിച്ചത് ആരാണ്? അവിടെ വന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ, ഒരു ഭക്തയുടെ തലയിൽ തേങ്ങ എടുത്ത് ഉടച്ചതാരാണ്? ഇതിനെ കലാപമാക്കാൻ നടത്തിയ ശ്രമം. ഈ ശ്രമത്തെ കോൺഗ്രസിന് നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്ന്. അവരും ആദ്യം പതറി നിന്നതിന് ശേഷമാണ്, അവരും ഇതിനെ സ്വാഗതം ചെയ്തതിന് ശേഷമാണ് അവർ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇത് കിട്ടിയ അവസരം ഉപയോഗിച്ച് കേരളത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ, കേരളത്തെ കലാപ ഭൂമിയാക്കാൻ നടത്തിയ ശ്രമം, അതാണ് അവസാനം തെരഞ്ഞെടുപ്പും വന്നപ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ തീരുമാനത്തോടുകൂടി, അതായത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ പച്ചക്കൊടി കണ്ടുകൊണ്ട് തന്നെ വളരെ വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തിലേക്ക് BJP ഇറങ്ങിയിരിക്കുന്നു. ഇനി 1-2 സീറ്റ് കിട്ടിയാലും ശ്രീ ഹരിദാസ്, താങ്കളെ പോലെയുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത് ഞാൻ തൊഴുകൈകളോടെ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കേരളത്തിലെ അവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലേക്ക്, പരസ്പര സൗഹൃദമില്ലാത്ത രീതിയിലേക്ക്, സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതുവഴി കിട്ടുന്ന 1-1.5 സീറ്റ് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമൊന്നും ആയിരിക്കില്ല. താങ്കൾ പറഞ്ഞല്ലോ വോട്ട് ട്രാൻസ്ഫർ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു, അതിന് ഞാൻ ധാരാളം വിമർശനം കേട്ടു. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് കിട്ടാതിരിക്കത്തക്ക വിധത്തിൽ LDFോ UDFോ ആരെങ്കിലും പരസ്പരം വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ നന്മയായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ശ്രീ KJ ജോക്കബ്, താങ്കൾ അത്തരം സാധ്യതകളെ കൂടി എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത് കേരളം ആകെ തന്നെ ഒരു മതനിരപേക്ഷ നവോത്ഥാന മൂല്യങ്ങൾ സർവ്വതലത്തിലും കൊണ്ടു നടക്കുന്ന ഒരു നാടാണ്. അവിടെ എവിടെയെങ്കിലും ഇതേശില്ല എന്ന് വിചാരിക്കുക വയ്യ. നമുക്ക് ഈ സമീപകാലങ്ങളിലെ ആളുകളുടെ പരാമർശങ്ങൾ, ആളുകൾ നടത്തുന്ന വലിയ പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണുമ്പോഴറിയാമല്ലോ, ഒരു വിഭാഗം ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു മരുന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിനെ മറികടക്കാൻ ഈ മതേതരമെന്ന് വിചാരിക്കുന്ന മതേതര സമൂഹം അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ ചേരികൾ
എന്തു തരത്തിൽ ഇടപെടണം അല്ലെങ്കിൽ ഇടപെടുമെന്ന് കൂടി കാണുന്നു താങ്കൾ? എനിക്കത് പറയാനുള്ളത്, കേരളത്തിൽ നമ്മൾ അപകടകരമായൊരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ ഒരു ചെറിയ പരിധി വരെ യോജിക്കും. പക്ഷേ അതുണ്ടാക്കിയ കാര്യത്തിൽ കോൺഗ്രസിനും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള റോളിനെ കുറിച്ച് പറയാതെ ബാക്കി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സിന് സെക്യുലറിസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ പാർട്ടിയെ പൊതുവെ അംഗീകരിക്കുമ്പോഴും വളരെ കൃത്യമായ പാളിച്ചകൾ ആ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. ഈ ഗുജറാത്ത് അക്രമ കേസിലെ പ്രതികളെ കൃത്യമായിട്ട് വിചാരണ ചെയ്തതിൽ കാണിച്ച വീഴ്ചയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസ് കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ RSSനെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന, RSS നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെയാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിശബ്ദമാക്കുന്നത്, എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് ഈ കാര്യത്തിലെ ഒരു പുരോഗമനപരമായ കാര്യമാണ്. അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ശക്തികൾക്കെതിരെ മതനിരപേക്ഷമായ ഒരു ഭരണഘടന നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം അതുതന്നെയാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശബരിമല വിധിയുടെ കാര്യത്തിൽ ഇത് ചരിത്രപരമായ വിധിയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് അത് തിരുത്തിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പറ്റി. സണ്ണിക്കുട്ടി അബ്രഹാത്തിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിന് പ്രോഗ്രസീവായിട്ടില്ല. ഞാൻ പറയുന്നത്, ഒരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ കൂടി നിങ്ങൾ ഇപ്പോഴല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീമാൻ എ കെ ആന്റണിയുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് പോയി. 200 പേരില്ല എ കെ ആന്റണിയുടെ പ്രസംഗം കേൾക്കാൻ. എന്തുകൊണ്ട്? അദ്ദേഹം എവിടെയായിരുന്നു? കേരളം കത്തിക്കൊണ്ടിരുന്ന ഒക്ടോബറിൽ, നവംബർ, ഡിസംബറിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ എ കെ ആന്റണിയുടെ ശബ്ദം? ഈ കേരളം മതനിരപേക്ഷമായി നിൽക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നടക്കാൻ ആരാ ഉണ്ടായിരുന്നത്? എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് കേരളം കത്തുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോഴും ഇപ്പോഴും ഒറ്റ നിലപാടെടുത്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഈ കേരളത്തിലെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുന്നുള്ളത് സത്യമാണ്. അതിനെ അറസ്റ്റ് ചെയ്യാനുള്ള, അതിനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അതിൽ ആരൊക്കെയാണ് എന്തൊക്കെ പങ്കാണ് വഹിച്ചത് എന്നുള്ളത് കൂടി ഒരു കാര്യം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. അതായത് ഒരു അടപടലും വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് എവിടെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഒരു വോട്ട് ട്രാൻസ്ഫറിൻ്റെയും വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോട് കൂടി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന സന്ദേശം എന്നുള്ളത്, ഒരു കാരണവശാലും ഈ ഒരു വോട്ട് ട്രാൻസ്ഫർ BJPയെ തടയുക എന്നുള്ളത് എങ്ങനെയാണ് LDFന്റെ മാത്രം ഉത്തരവാദിത്തമാകുന്നത്? നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതൊരു നഗ്നമായ സത്യമാണ്. അതങ്ങനെ ലോകാവസാനം വരെ ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും LDFന് മാത്രമായിട്ടൊന്നുമില്ല. LDFന് എതിരായിട്ട് അല്ലെങ്കിൽ സർക്കാരിനും ഒരു സുപ്രീം കോടതി വിധിക്കും എതിരായി നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളുടെ സൈഡിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാർ ഇപ്പോഴെങ്ങനെയാണ് വോട്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? അപ്പോൾ അതിൽ വലിയൊരു ഇൻ്റലക്ച്വൽ ഡിസോണസ്റ്റി ഉണ്ട്, അതിലൊരു രാഷ്ട്രീയപരമായ ബന്ധത്വമുണ്ട്. നിങ്ങളൊരു നിലപാടെടുക്കേണ്ട സമയത്ത് ഒരു നിലപാടെടുക്കാതെ നിലപാടെടുത്ത കൂട്ടർ മിക്കവാറും രാഷ്ട്രീയപരമായി വോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നൊക്കെ പറയുന്നത്, അതിനൊന്നും നമ്മൾ ഇത്തരം വസ്തുതകൾ മുമ്പേ കണ്ണടച്ച് നിന്നിട്ട് നമ്മൾ വിഷ്ഫുൾ തിങ്കിങ് ആയിട്ട് ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. എൻ്റെ തോന്നൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തെ വിഘടിപ്പിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള അതിന് മാത്രമൊക്കെയുള്ള രാഷ്ട്രീയ ബോധം ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുണ്ട്. അതിൽ വോട്ട് ട്രാൻസ്ഫറിൻ്റെ പുറത്തല്ല, വോട്ട് ബോധ്യത്തിൻ്റെ പുറത്ത്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ വെട്ടി തുറന്ന് പറയാൻ പറ്റും. ഞാൻ കേരളത്തിൽ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടുന്ന ഓരോ വോട്ടും പൊളിറ്റിക്കൽ വോട്ടും മാത്രമാണ്. അവർക്ക് അത്ര കിട്ടാനുള്ളൂ. അവരുടെ സ്ഥാനാർത്ഥികളുടെ മേന്മയും അവരുടെ രാഷ്ട്രീയം വെച്ചുള്ള വോട്ട് മാത്രമേ കിട്ടാനുള്ള ഒരവസ്ഥയിലേക്കുണ്ട്. അതിനുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരു 10-20 വർഷത്തെ നിരന്തരമായ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ ജേക്കബ് ജോർജ് ഒക്കെ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു എൻലൈറ്റൻഡ് പൊസിഷൻ, ആ പൊസിഷൻ കീപ്പ് ചെയ്യാൻ മാത്രമുള്ള സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വോട്ടർമാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല, കോൺഗ്രസ്സുകാർ വിചാരിക്കുന്ന പോലെ ആരെങ്കിലും വോട്ട് ട്രാൻസ്ഫർ ചെയ്തു തരുമെന്നുള്ളതല്ല. ഓരോരുത്തരും പോയി സ്വന്തം ചൂണ്ടുവിരൽ അമർത്തി തന്നെ നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ സെക്യൂരിറ്റിയെയും സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് എനിക്കിപ്പോഴുണ്ട്. ഓക്കെ, അത്രത്തോളം പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഭയാശങ്കകൾക്കിടമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീ
KJ ജേക്കബ്. ശ്രീ ജേക്കബ് ജോർജ് ഇപ്പം നേരത്തെ പറഞ്ഞുവല്ലോ, ഇപ്പം നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം നിശ്ചിതമായ ഭാഷയിലാണ് കാര്യത്തിൽ സംഘപരിവാർ സ്വീകരിക്കുന്ന സമീപനങ്ങളെ വിമർശിച്ചത്. അതേസമയം സംഘപരിവാരും കോൺഗ്രസും ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതികളെ സമീകരിക്കാൻ പാടില്ല, അത് അപകടകരമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അതിനകത്തൊരു പക്ഷേ കാഠിന്യം കുറവുണ്ടാവാം കോൺഗ്രസ് ഉപയോഗിക്കുന്നതിൽ. പക്ഷേ ഈ വിഷയത്തിൻ്റെ അടിത്തറ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ അഗ്നിയാക്കി അതിനെ വലുതാക്കി എടുക്കുന്നതിൽ കോൺഗ്രസ് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി കാണാൻ കഴിയുമോ? ഇപ്പോൾ കെ സുധാകരനെ പോലുള്ള ആളുകളൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി. സുപ്രീം കോടതിയുടെ പരിധിക്കകത്തുള്ള ഒന്നാണെന്ന് ഉത്തമമായ ബോധ്യമുള്ളപ്പോഴും അതിന് പുറത്തേക്ക് അതിനെ കൊണ്ടുവന്ന് അതിന് വേറെ തന്നെ ഉത്തരവാദികളെ ഫിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അതിനെ ആകെ നാശകോശമാക്കുന്ന കോടാലിയാക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരിൽ കോൺഗ്രസും ഉണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? നിഷാദെ, സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് വിട്ട് BJP ചേരുമെന്ന് പറഞ്ഞ നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ട്, അറിയാമോ? അതിൽ പറയൊന്നുമില്ലല്ലോ. നിഷാദിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിനേക്കാൾ ഭയങ്കരമല്ലേ അത്? എന്നിട്ട് സീറ്റ് മേടിച്ചവരുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കരുത്, ഞാനതിന് ഉത്തരം പറയുന്നില്ല. ഈ ഒരു ഭീഷണി മുഴക്കി കോൺഗ്രസ് എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ പാർട്ടി വിട്ടിട്ട് BJP ചേരും എന്ന് പറഞ്ഞവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ചോദിക്കരുത്, ഞാൻ പറയുന്നില്ല. പക്ഷേ അപകടമുണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട KVS പറഞ്ഞുവല്ലോ, വോട്ട് ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് BJPക്ക് പോകുന്നുണ്ട്. നായർ സമുദായത്തിൽ നിന്ന് അവരെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയമാണോ അതോ ഈ വിശ്വാസം മാത്രമാണോ? നമുക്കതേക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ഒരു സാമൂഹ്യ വിഷയമാണ്. രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായിട്ടൊരു സാമൂഹ്യ വിഷയമാണ്. പക്ഷേ ഒരു ഘടകം ഞാൻ പറയട്ടെ. ഇവിടെ നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ KVS പത്രാധിപരായിരുന്ന ജന്മഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വരെ ഇതിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ലേഖനം വന്നു. പ്രമുഖരായ RSS നേതാക്കൾ എഴുതിയ ലേഖനം. ശ്രീധരൻപിള്ള ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി. സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പേജ് എഴുതി, സ്ത്രീ ആർത്തവം, അതിൻ്റെ മഹിമ, അതിൻ്റെ സൗന്ദര്യം എല്ലാം വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി. അദ്ദേഹം ഇന്ന് ഇതിനെതിരെയൊക്കെ പ്രസംഗിച്ച് നടക്കുകയാണ് വോട്ട് ചോദിച്ചും കൊണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരും ഇതേ നിലപാടെടുത്തു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിലപാടിലേക്ക് പോയില്ല. അദ്ദേഹം പറഞ്ഞത് 5-6 വോട്ടല്ല പ്രശ്നം, നിലപാടിൻ്റെ പ്രശ്നമാണ്. അത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാണിക്കാൻ, സ്വയം വഞ്ചിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിന് വരെ കാരണമായത്. അതെന്തുമാവട്ടെ, അതിൻ്റെ ശരി തെറ്റുകൾ എന്തുമാവട്ടെ, അതെന്ത് പാഠം, ആരെന്ത് പാഠം പഠിക്കും എന്നുള്ള കാര്യം പോകട്ടെ. ഇവിടെ വോട്ട് ട്രാൻസ്ഫറിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാം. 1984 തിരുവനന്തപുരത്ത് നടന്ന ഭയങ്കര ചരിത്രപ്രസിദ്ധമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ രംഗത്തുണ്ട് ഹിന്ദു മുന്നണിയുമായിട്ട്. അവിടെ രാജരാജവർമ്മ അല്ലേ, നമ്മുടെ കേരളവർമ്മ രാജ, പൂഞ്ഞാറിൽ നിന്ന് വന്ന കേരളവർമ്മ രാജ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി. അദ്ദേഹം 3ാം സ്ഥാനത്തെത്തിയതേ ഉള്ളൂ. പക്ഷേ EMS അതിനകത്തൊരു വലിയ അപകടം കണ്ടു. ഇത് അപകടമാണ്. തിരുവനന്തപുരത്ത് മാത്രം BJP 3ാം സ്ഥാനത്തെത്തി, നേമത്ത് 2ാം സ്ഥാനത്തെത്തി. നീലനെ തോപ്പിച്ചുകൊണ്ട് A. ചാൾസ് വിജയിച്ചു, ലോക്സഭയിൽ പോയി. അതേ തുടർന്ന് CPM-ൻ്റെ അകത്ത് വലിയ ചർച്ചകൾ നടന്നു. കാരണം അന്ന് കുമ്മനം രാജശേഖരനാണ് ഈ ഹിന്ദു മുന്നണിയുടെ പ്രധാനപ്പെട്ട ആൾ. അത് കഴിഞ്ഞ് അതിനു മുമ്പാണ് നിലയ്ക്കൽ പ്രശ്നം വരുന്നത്. നിലയ്ക്കൽ പ്രശ്നം അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഒരു നീക്കമായിരുന്നു അത്. അവിടുത്തെ ക്രിസ്ത്യാനികൾ ആ സമയത്ത് നിലയ്ക്കൽ പ്രശ്നം ഞാൻ സണ്ണിക്കുട്ടി എന്ന മാതൃഭൂമിയിലാണ്. സണ്ണിക്കുട്ടി ഞാൻ കോഴഞ്ചേരിയിലും സണ്ണിക്കുട്ടി തൊട്ടടുത്ത് റാന്നിക്കാരനുമാണ്. അപ്പം ഞാൻ മാതൃഭൂമി ഡെസ്കിലിരുന്ന് കാണുന്നുണ്ട് ഈ വാർത്തകളൊക്കെ. ഞാൻ പലതവണ കൊല്ലം പേജും ആ ഭാഗത്തെ പേജുകളൊക്കെ ചെയ്യും. നമ്മളൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അയ്യോ, കേരളം അതിനകത്ത് ക്രിസ്ത്യാനികൾക്കൊരു പങ്കുണ്ട്, സമ്മതിക്കുന്നു. അതിന് അത്രയും ഒരു ഓവർ വിശ്വാസം ഒന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ക്രിസ്ത്യാനികൾക്കും ചില ബിഷപ്പുമാർക്കും ഒക്കെ അതിനകത്ത് പങ്കുണ്ട്. എങ്കിൽ പോലും ഒരു ഹിന്ദു മുന്നണി നടത്തിയ മുന്നേറ്റമുണ്ടല്ലോ, അതാണ് കേരളത്തിൽ ഒരു വർഗീയ ഒരു ധ്രുവീകരണത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനപ്പെട്ട KVS പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ചിലയിടത്ത് പ്രശ്നം വരുന്നു, ചിലയിടത്ത് മാത്രം എന്തുകൊണ്ട് വോട്ട് ട്രാൻസ്ഫർ വരുന്നു? തിരുവനന്തപുരം തീർച്ചയായിട്ടും അങ്ങ് എണ്ണുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 84 മുതൽ തിരുവനന്തപുരത്ത് ഒരു BJP ചായ ഉണ്ട്. അന്ന് തുടങ്ങിയതാണ്. ആ വളർച്ച ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വോട്ട് ട്രാൻസ്ഫർ ഒരു വശത്തോട്ട് മാത്രമായിരിക്കില്ലല്ലോ KVS.
ഒരു വശത്തോട്ട് മാത്രമാണോ വോട്ട് ചോരുക? ഒരു വശത്തേക്ക് വോട്ട് ചോരുന്നത് കാണുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഇപ്പം ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ BJP ശ്രമിക്കുക. പ്രധാനമന്ത്രി തന്നെ ചോദിച്ചു, ഇതിനകത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളില്ലല്ലോ എന്ന്. അദ്ദേഹം ചോദിച്ചില്ലല്ലോ. ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളില്ലാത്ത എന്താണെന്ന് അദ്ദേഹം ചോദിച്ചില്ലല്ലോ. അതെന്താ കാര്യം? അവർ ന്യൂനപക്ഷമല്ലേ? കേരളത്തിൽ പ്രധാനപ്പെട്ട സമുദായമല്ലേ മുസ്ലിങ്ങൾ? എന്തുകൊണ്ട് മുസ്ലിം വിരോധം? അപ്പം ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ, ക്രിസ്ത്യാനികളെ അൽഫോൺസ് കണ്ടെത്താൻ എന്തൊക്കെ മന്ത്രിയാക്കാം, എന്നിട്ട് മുസ്ലിങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാം. കേരളത്തിൽ അത് നടക്കുകയില്ല. അത് ശരിയല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ നേരിട്ട് നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നവരാണല്ലോ. പല മുസ്ലിം കേന്ദ്രങ്ങളിലും കടുത്ത പേടിയുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ സംഭാഷണ വിഷയമായിട്ടുണ്ട്. ഓക്കെ, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. KVS അതിനുള്ള മറുപടി എന്താണ്? ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായി എടുത്ത് അവിടെ മാത്രമായി നിങ്ങളുടെ ആശയങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് അവിടെ നിന്ന് മാത്രമായി വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നതിൽ മാത്രമാണ് ഇപ്പോഴും ഊന്നൽ. അല്ലാതെ ഭരണ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ലോകനായകനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. മറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിനകത്ത് അത് ചില പ്രത്യേക മേഖലകളിലെ വർക്കൗട്ട് ആവാനും സാധ്യതയുള്ളൂ. അവിടെ ഉപയോഗപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതീക്ഷയുമില്ലാത്ത വിധത്തിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്ന്. അങ്ങനെയൊന്നും കരുതണ്ട നിഷാദേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ. തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു ജനറൽ പോളിസി ഉണ്ടാവും. അതിന് പുറമെ അതാത് മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ വെവ്വേറെ ആവാറുണ്ട്. പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ലേ? ഇപ്പോൾ BJP മാത്രമാണോ അത് ചെയ്യുന്നത്? മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടല്ലേ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാം, നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? നമുക്ക് രാഷ്ട്രീയം പറയാം, പക്ഷേ BJP ജയിക്കും എന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ഇത്ര വലിയ അങ്കലാപ്പത്തിനാ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ അത്. ഇന്ത്യയിൽ 272, 78, 80 MP രാജ്യസഭയിൽ 10, 60, 70 MP അനവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ. അതിന് കേരളത്തിൽ നിന്ന് ഒരാൾ ജയിക്കുന്ന കാണുമ്പോൾ അത് നടക്കില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെയല്ല. വിജയിക്കുന്നതിന് വേണ്ടി ആ പാർട്ടി സ്വീകരിച്ചു പോരുന്ന ചില സമീപന രീതികളുണ്ടല്ലോ. ആ സമീപന രീതി എന്നത് കേരളം ഇതുവരെ കാത്തു സൂക്ഷിച്ചു പോരുന്നതിന് കെട്ടുറപ്പിന് അപകടം ഉണ്ടാക്കും എന്നതുകൊണ്ടുള്ള ഭീതിയാണത്. നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയം എന്നത് വിശ്വാസവും അതിന്റെ പേരുള്ള വിഘടനവാദവുമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന ഒരു ഒരുമയ്ക്ക് വിഘാതം ഉണ്ടാക്കും. അല്ലാതെ KVS, നിങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നോട്ട് നിരോധനം കൊണ്ട് രാജ്യം നെറുകയിലെത്തി വോട്ട് തരുമെന്നല്ല, GST കുറിച്ചല്ല, പെട്രോൾ വില നിയന്ത്രണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ പറയുന്ന വിഘടന തത്വമാണ്. അത് നമുക്ക് പരിക്കേൽപ്പിക്കുമെന്ന ഭയം കൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവിക ഭീതി. നിഷാദെ, ആ ആശങ്കയൊന്നും ആർക്കും വേണ്ട. ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയെ വല്ലാതെ ഒലച്ച ഒരു പ്രശ്നത്തിൽ എടുത്തിട്ടുള്ള നിലപാടാണ്. ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഒന്നിച്ച് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നാൽ അതിനെ ന്യൂനപക്ഷങ്ങൾ എന്തിനാ എതിർക്കുന്നേ? ഈ ശബരിമല പ്രശ്നം ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നോ? ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എതിരായിരുന്നോ ശബരിമല പ്രക്ഷോഭവും? അതൊരു ഗവൺമെൻറ് എടുത്ത നിലപാടുകൾക്കെതിരായിട്ടുള്ള സമരമായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. ശരി, ഓക്കെ, താങ്കൾ അത് പറഞ്ഞു. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി വരുന്ന ഒരു കാര്യം ന്യൂനപക്ഷങ്ങളുടെ ഒരു തിങ്കിങ്, ഒരു ചിന്ത എങ്ങനെയാണ് എന്നതാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിയാവാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസിന് മാത്രമാണ് തടുക്കാൻ കഴിയുക. അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കൂ എന്ന പ്രചാരണം കോൺഗ്രസ് നടത്തുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അല്പം പ്രതിരോധത്തിൽ അവരെ ആക്കുന്ന ഒരു കാര്യവുമാണ്. കേരളം പോലെ ഒരു സ്ഥലത്ത് ന്യൂനപക്ഷങ്ങൾ അതിനിർണായകമായ ഒരു റോൾ എടുക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും അവസാന മൊമെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ CPM-ഉം BJP-യും എവിടെ നിൽക്കുന്നു എന്നാണ് താങ്കൾ കാണുന്നത്? കോൺഗ്രസിന് ഒരു എഡ്ജ് ഉണ്ടോ? KJ ജേക്കബ്, അതിൻ്റെ അകത്ത് ശ്രീ KVS കരുദാസ് പറഞ്ഞ ഒരു കാര്യത്തോട് അത് പ്രതികരിച്ചിട്ട് പോകാം. BJP-ക്ക് ഒരു സീറ്റ് കിട്ടുന്നതിൽ സാധാരണഗതിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഞാനും വിചാരിക്കുക. കാരണം 282 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയൊരു പാർട്ടിയാണ്. കേരളത്തിൽ നിന്ന് അവർ രാഷ്ട്രീയം പറഞ്ഞ ഒരു സീറ്റ് കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയുന്നത് രാഷ്ട്രീയമായിരിക്കണം. നമ്മൾ എന്നാണ് പ്രധാനമന്ത്രി വന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്?
എന്നാണ് അമിത്ഷാ വന്നിട്ട് 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്? ചെറിയ കാര്യങ്ങളല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛേ ദിൻ ആനെ വാലെ ഹേ നമ്മളോട് പറഞ്ഞതാണ് അല്ലേ? പിന്നെ പെട്രോളിന് 40 രൂപയ്ക്ക് തരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പ്രശ്നം ഉണ്ടാവില്ലോ എന്ന് നമ്മളോട് ചോദിച്ചത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. എവിടെ? പിന്നെ 1 വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നത് എവിടെയാ തൊഴിലവസരങ്ങൾ? കൃഷിക്കാരൻ്റെ പിന്നെ ഉൽപ്പാദന ചെലവിൻ്റെ 1.5 ഇരട്ടി കൊടുക്കുമെന്ന് അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ എന്താണ് അവസാനം കാണിക്കാനുള്ളത്? 2000 രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നില്ലേ? എന്ത് ഭരണ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മനുഷ്യരോട് വോട്ട് പറഞ്ഞു മേടിക്കുന്നത്? അത് മാത്രമേ ആശങ്കയുള്ളൂ, അതല്ലാതെ മറ്റാശങ്കകൾക്ക് അടിസ്ഥാനമില്ല. കാരണം ഈ BJP വോട്ട് ചെയ്യുന്നത് പൗരന്മാരാണ്, കൃത്യമായ വോട്ടവകാശമുള്ള മനുഷ്യരാണ്, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മനുഷ്യരുടെ ഏറ്റവും മീനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ചോദനകളെ വഷളാക്കി ഉപയോഗിച്ചിട്ട് അത് വോട്ട് വാങ്ങുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം. ശ്രീ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 3-4 പ്രാവശ്യം കേരളത്തിൻ്റെ വടക്കുനിന്ന് തെക്കോട്ട് യാത്ര നടന്നു. ഞാൻ ഒരു പ്രാവശ്യം ശ്രീ സുരേന്ദ്രൻ്റെ ഒരു ചാനലിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, മനുഷ്യരുടെ ഒരു പ്രശ്നം, അന്ന് സ്വാശ്രയ മെഡിക്കൽ പ്രശ്നം കത്തി നിൽക്കുന്ന സമയം, ഞാൻ പറഞ്ഞു ആ പ്രശ്നമെങ്കിലും സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ചാർട്ടറിൽ എഴുതി വെക്കാൻ പറ്റുമോ? ഒരെണ്ണം. അത് ചെയ്യാതെ ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ട്രാൻസ്ഫറിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ മാത്രമാണ് ആൾക്കാർ ചോദിക്കുന്നത് അത് ശരിയായ രാഷ്ട്രീയമാണോ എന്ന്. അത് ശരിയായ രാഷ്ട്രീയമാണോ എന്ന് BJP തീരുമാനിക്കുന്നുവെങ്കിൽ അതത്ര ശരിയായ രാഷ്ട്രീയമല്ല എന്ന് പറയാൻ മാത്രം സെക്യുലർ മൈൻഡഡ് ആയിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഇതിൽ വിശ്വസിക്കുന്ന മനുഷ്യർ, അത് ന്യൂനപക്ഷങ്ങൾ മാത്രമാണെന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. അത് കേരളത്തിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും, ഇതിൻ്റെ അകത്ത് എല്ലാ പാർട്ടികളും ചില പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയൂല, എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്, എല്ലാ സമൂഹത്തിനും പറ്റുന്ന മണ്ടത്തരങ്ങൾ നമുക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയധികം വൈവിധ്യമുള്ള ഒരു നാടിന് സർവൈവ് ചെയ്യണമെങ്കിൽ മതനിരപേക്ഷത കൊണ്ടേ പറ്റൂ എന്ന് ആ മതനിരപേക്ഷത ഇല്ലാത്ത നാടുകളിൽ നടക്കുന്ന അക്രമങ്ങൾ കണ്ടിട്ടുള്ള മലയാളികൾ മനസ്സിലാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ നിങ്ങൾ പറഞ്ഞ മൈനോറിറ്റി വോട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു കൺസേൺ ആണ്. അതായത് എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവർക്ക് എവിടെയാണ് രക്ഷ എന്നുള്ളത് അവർ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. വേറെ വഴിയില്ല. അതായത് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് വലിയ തോതിൽ വിഷം കലർത്തി വിട്ടിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് മനുഷ്യർ ആലോചിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർട്ടികളൊക്കെ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കഴിവുണ്ട്. ആരാണ് ഇതിലൊരു നിലപാടെടുത്തിട്ടുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയപ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ അവിടെ നിന്ന് KJ ജേക്കബ്. അതിൽ ഓരോ പാർട്ടിയും ചരിത്രത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന ഓഡിറ്റിന് ശേഷം മാത്രമേ വോട്ടുണ്ടാകൂ, അല്ലാതെ അന്ധമായി ഒരു ചേരി അല്ലെങ്കിൽ മറ്റൊരു ചേരി എന്ന നിലയിലേക്ക് വോട്ടർമാർ പോവില്ല എന്നാണ് താങ്കൾ ആ കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. സൺകുടി അബ്രഹാം, ഒരു തവണ കൂടി താങ്കളിലേക്ക് വരാൻ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കുക. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തു.